ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ മുന്നേ സംസാരിച്ച യൂട്യൂബർ താങ്കളെ കാണിച്ച ഒരു പുച്ഛഭാവം ഇപ്പൊ താങ്കൾക്കും ഉണ്ട് ആ കുട്ടിയെ കുറിച്ച് പറയുമ്പോ. ഒയ്യോ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ആ പറഞ്ഞ വേർഡിങ്ങിൽ പോലും ഉണ്ട് ചേച്ചി. ഞാൻ പിന്നെ അങ്ങനെ വിളിക്കണം, അതായത് ആ വേർഡ്, ആ പറഞ്ഞ കളിക്കാരി എന്നുള്ളൊരു വേർഡ്, ലൈക്ക് ഇപ്പൊ പറഞ്ഞ ബോഡി ലാംഗ്വേജിൽ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ പറയണേ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു നിങ്ങളുടെ പ്രശ്നമായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് നമ്മളൊരു മീഡിയത്തിന്റെ മുന്നിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് അതാണ്, നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു വരുന്നത്, നിങ്ങളെ പോലുള്ള ആളുകളെ കേൾക്കുകയും അത് റൈറ്റ് ആണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഇപ്പറയുണ്ട്. അവരിൽ നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജുകളിൽ ഈ പറയുന്ന ഒരാളെ പുച്ഛിക്കാനുള്ള റൈറ്റ്സ്, ഒരാളെ തെറി വിളിക്കാനുള്ള റൈറ്റ്സ് ഒന്ന്, ഇപ്പം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് മറ്റേ മുതലാളി എന്നെ ചീത്ത വിളിച്ചപ്പോൾ ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വിളിച്ചു. അതിനൊരു നമുക്ക് എവിടെയെങ്കിലും ഒരു ന്യായം പറയാൻ പറ്റും? ന്യായമല്ല, ഓക്കെ. അതായത് എനിക്ക് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ എൻ്റെ മേലുള്ള സീനിയേഴ്സ് എന്നെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ഞാൻ അതിഭീകരമായി പൊട്ടിത്തെറിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ അതിഭീകരമായി കരഞ്ഞിട്ടായിരിക്കും. രണ്ടും എൻ്റെ റിയാക്ഷനാ. വിട്ടുകളയാൻ പറ്റത്തില്ല. ചില സമയത്ത് ചീള് കേസ് അത് വിടാനെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഈഗോ സമ്മതിക്കത്തില്ല. എൻ്റെ ഈഗോസ് എപ്പോഴും എനിക്ക് ഹേർട്ടാവും. ഞാൻ എൻ്റെ കാര്യം മാത്രം കേട്ടോ പറയുന്നത്. മറ്റു പലരും പല രീതിയിലായിരിക്കും, കുറച്ചുകൂടെ മൊഡ്യൂൾ ആയിട്ടുള്ളവർ, അതായത് അവരെ തന്നെ മൊഡ്യൂൾ ചെയ്യുന്ന ആളുകളൊക്കെ ഭയങ്കര അതിനെ താത്വികമായിട്ട് അവൻ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല, അവൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരു മൂക്കുത്തി പറഞ്ഞ പോലെ നമ്മളെ സാധാരണക്കാർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കുന്ന ചീത്തയായിരിക്കും, ചിലപ്പോൾ ചീത്ത മീൻസ് എന്തെങ്കിലും ഞാനത് റിയാക്ട് ചെയ്യും. ഇല്ല പുല്ല് വില കൊടുക്കത്തില്ല, അത് നമ്മുടെ ഒരു ഇതാണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ, അത് നമ്മളുടെ ഒരു പ്രെമിസസിൽ നടക്കുന്നതാണ്. ഇപ്പം ഞാൻ പറയാം, നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ക്യാമറമാൻ എന്നോട് ചെയ്തത് ശരിയായില്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം, താൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ, ശരിയായില്ലല്ലോ. ഒന്നെങ്കിൽ എനിക്കത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഇവിടെ വെച്ച് ചോദിക്കാം, നാലാളുടെ മുന്നിൽ നാണം കെടുത്താം, ഇല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് എന്തോ നടയെ കാണിച്ചത് എന്ന് എനിക്ക് ചോദിക്കാം. അതിൽ ടോണും മാറ്റാം. എന്തോ നടയെ ചെയ്തത്, എന്താ ചേട്ടാ ചെയ്തത്, ടോണിലും ഉണ്ട് വ്യത്യാസം. ഞാൻ അതാ പറഞ്ഞ, ആ കുട്ടിയുടെ പേര് പറഞ്ഞപ്പോൾ ബോഡി ലാംഗ്വേജിൽ അത് വന്നിരുന്നു. അപ്പോഴാണ് അതായിരിക്കും ആ കുട്ടിക്കും റിഫ്ലക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ആ കുട്ടി ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ സ്കാമർ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ മോശം വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരാളെ കുറിച്ച് പറയുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ ഒരു പ്രശ്നം വരികയും നിങ്ങൾ അല്ലെങ്കിൽ ചേച്ചി ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ്, എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, താങ്കളുടെ ഫാമിലിയിലേക്ക് വരെ താങ്കളുടെ പെങ്ങളുടെ അത് ഈ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ കേട്ടോ, അത് ഈ ഒരു സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയായിട്ട് ബാധിക്കുന്ന ഒരു കേസിലല്ലേ എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നത്. അത് ഞാൻ പറയാം. പക്ഷെ ആദ്യമേ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഈ പറയുന്ന പെൺകുട്ടി, ഞാനിപ്പോ ചേച്ചിയോട് കാര്യം ചോദിക്കും, വേറെ ഒന്നുമല്ല, എന്നെ പറ്റി ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിൽ ഞാൻ മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് സൊസൈറ്റിയുടെ മുന്നിൽ വന്ന ഒരാളെ സംസാരിച്ച് കഴിഞ്ഞാൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു പെണ്ണായിക്കോട്ടെ, ആണായിക്കോട്ടെ, എന്താ പറയുക, ഒരു പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഞാൻ തെറ്റുകാരനാണെന്ന്, ഞാൻ ചെയ്യാത്ത തെറ്റ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് സൊസൈറ്റിയുടെ മുന്നിൽ ഒന്ന് പറയുമ്പോൾ തിരിച്ച് ഞാൻ ചോദ്യം ചെയ്തിരിക്കും, ആരാണെങ്കിലും. ഓക്കെ, അതെൻ്റെ റൈറ്റ്സ് ആണ്, ഞാൻ ചോദിക്കും അത് എന്തായാലും. ഞാൻ അത്രേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ കുട്ടീനെ കളിക്കാരി എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. ഷീസ് എ ഗെയിമർ. ഞാൻ ഇപ്പോഴും പറയാം, ഷീസ് എ ഗെയിമർ. ഓക്കെ, അപ്പോൾ ആ ഒരു പെൺകുട്ടി ഗെയിം കളിക്കുമ്പോൾ ഞാൻ കളിക്കാരി എന്നല്ലാണ്ട് വേറെ എന്ത് രീതിയിൽ ഞാൻ പറയണം? ഗെയിമർ എന്ന് തന്നെ പറയണം. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ഞാൻ ഗെയിമർ എന്ന് തന്നെ പറയാം. അപ്പോൾ കളിക്കാരന്മാരുടെ ഞാൻ എന്താണ് ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ അവനൊരു കളിക്കാരനാണ്, അവന് ഫുട്ബോൾ കളിക്കാരനാണെന്ന് പറയൂലോ, ഇല്ല പറയാറില്ലേ? അപ്പോൾ അത്ര ഞാനും പറഞ്ഞോളൂ. അവളൊരു എന്താണ് പബ്ജി കളിക്കാരിയാണ്, അവള് പബ്ജി കളിക്കുന്ന ഒരു കളിക്കാരി പെണ്ണാണ്, അത്ര ഞാൻ പറഞ്ഞോളൂ. ഫുട്ബോൾ കളിക്കാരനാണ്, പബ്ജി കളിക്കുന്ന കളിക്കാരിയാണ്, അത്ര ഞാൻ പറഞ്ഞോളൂ. അല്ലാണ്ട് അത് വേറെ രീതിയിൽ ഒരിക്കലും എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നെഗ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നെഗ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നെഗായിട്ട് എന്തിനാ തിങ്ക് ചെയ്യണം, അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഈ കുട്ടി സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ സ്കാമറാണ്, ഞാൻ അതാണ് ഇതാണെന്ന് പറയുമ്പോൾ, ഞാൻ ആ വീഡിയോ കുറച്ച് കണ്ടിരുന്നു. ഞാൻ ഒത്തിരി ഒന്നും കണ്ടില്ല, കുറച്ച് ഓടിച്ചിട്ട് ഞാൻ കണ്ടോളൂ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, ആ പെൺകുട്ടി എൻ്റെ തട്ടുന്ന സ്ക്രീൻഷോട്ടുകളിൽ മിക്കതും എല്ലാം ഞാൻ തിരിച്ച് റീഫണ്ട് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ്. ഇങ്ങോട്ട് വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് കൊടുത്തതില്ല. പിന്നെ 10,000 എന്നൊന്ന് പറയുന്നുണ്ട്, 10,000 എന്നുള്ള വോയിസ് മാത്രമേ ഉള്ളൂ. ഞാൻ 10,000 എൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ആക്കിയേക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇല്ല. ഓക്കെ, പിന്നെ ഇത് മൊത്തം എനിക്ക് എന്താണ് എല്ലാവരുടെയും സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെയല്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ തെറ്റുകാരനല്ല, അതാണെന്ന്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതുപോലത്തെ ഒരു പെണ്ണ് വന്നിട്ട്
ഇതിന്റെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് റീച്ചിന് വേണ്ടി ചേച്ചിക്ക് മനസ്സിലായോ? ഇപ്പോൾ ഇത് വേറൊരു കാര്യം കൂടെ, ഇവള് റീച്ചിന് വേണ്ടി, ഇവൾക്ക് വലിയ ആഗ്രഹമുണ്ട്, ഇവൾക്ക് റീച്ച് ആവണം, സൊസൈറ്റികളിലെല്ലാം അറിയപ്പെടണം, വലിയ ആളാവണം. ഇവള് സ്വന്തമായിട്ട് ഞാൻ ഇവളുടെ പീമേൽ ചെന്ന് കരഞ്ഞിരുന്നു. ഞാൻ കരഞ്ഞതല്ല, ഞാൻ ഇവളുടെ പീമേൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് പെങ്ങളെ, നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കാൻ പറ്റുമോ? ഭയങ്കര ശോകമാണ്, ഇങ്ങനെ ഫാമിലി വെച്ച് കളിക്കല്ലേ, ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, ഞാനോട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞു തീർക്കാം. വീഡിയോസ് ഞാൻ ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് ആക്കാൻ കുഴപ്പമില്ല, നീ എൻ്റെ ഫാമിലി വെച്ച് കളിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ വോയിസ് അയച്ചു. ഇവളത് റെക്കോർഡ് ചെയ്തിട്ടില്ല, ഇവളത് ഡിലീറ്റ് ചെയ്ത് എനിക്ക് അറിയാൻ പാടില്ല. അവൾ എന്തോ റീലിട്ടപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നതിൻ്റെ വോയിസ് ഇവള് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇവളുടെ അടുത്ത് ഞാൻ പറയുന്ന ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നതിൻ്റെയും സോറി പറഞ്ഞതിൻ്റെയും മാത്രമാണ് ഇവൾ റെക്കോർഡ് ചെയ്തത്. എന്നിട്ട് ഇവളുടെ അക്കൗണ്ടിൽ തന്നെ, ഇവളുടെ ഫാൻ പേജ് എന്ന് പറയുന്ന ഇവളുടെ സെക്കൻഡ് ഐഡിയിൽ തന്നെ ഇവള് തന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സ്കള്ളിന്റെ ചിഹ്നം മുഖത്ത് വെച്ചിട്ട് മാസ് BGM ഇറക്കുന്ന ഞാൻ എന്നാ പറയണ്ടേ, അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് അവള്. പക്ഷെ ഞാൻ പെൺകുട്ടികൾ ആരെയും ഞാൻ മോശം പറയാറില്ല. പക്ഷെ ഈ പെണ്ണ് കാണിച്ച ഇത്രയ്ക്കും മോശമായ പരിപാടിക്ക് അവൾ ഒരിക്കലും അവൾ കാണിച്ച നല്ല പരിപാടിയല്ല. അവൾ ശരിയായിരിക്കും. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്, ഞാൻ തെറ്റുകാരാണെന്ന് ഞാൻ സമ്മതിക്കും. ഇപ്പോൾ ഞാൻ ഒരു പെണ്ണിനെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കും, ഞാൻ ശരിയെ സമ്മതിച്ചു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു കള്ളനാന്ന് പറഞ്ഞ് സമ്മതിക്കും, ഞാൻ കള്ളനാണ് സമ്മതിച്ചു. അല്ലെങ്കിൽ ഞാൻ ഒരുത്തിനെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റുകാരാണെങ്കിൽ സമ്മതിച്ചു, ഞാൻ കൊന്നിട്ടുണ്ട്. അങ്ങനെ സത്യമായിട്ട് മാത്രം പറഞ്ഞാൽ പോരെ, കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി 1000 കള്ളം പറയേണ്ടി വരും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതിൽ അവർ പറയുന്ന ഒരു അലിഗേഷൻ ഉണ്ട്. അലിഗേഷൻ ശരിയോ തെറ്റോ എന്ന് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. കൊച്ചുകുട്ടികളാണ് ഇതിനകത്തുള്ള ഏറ്റവും കൂടുതൽ ഫാൻസ്. തെറി എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട തെറി. ആ തെറികളെല്ലാം തന്നെയും തീട്ട സൈഡാണ്, ഞാൻ ആ സൈഡിലേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിൽ. പിന്നെ ഈ കൊച്ചു പിള്ളേരോട് 500 രൂപ തൊട്ടാണ് ചോദിക്കുന്നത്. ഫാൻസ് കൂട്ടുകൂടി 2 ദിവസം കഴിയുമ്പോഴത്തേക്കും എടാ എനിക്ക് ആശുപത്രി കേസ് കെട്ടുണ്ട്, ആശുപത്രി കേസ് കെട്ടിന് കാശിതാ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത്തിരിയുടെ കാശുള്ള ഒരാളാണെങ്കിൽ പറയുന്നത്, ബ്രോ എനിക്കൊരു 10,000 രൂപ, അതാണ് 5,000 തൊട്ട് അങ്ങോട്ട് എത്രയാണോ എമൗണ്ട് എല്ലാം ആശുപത്രി കേസ് കെട്ടാണ്. ഇതിന് മാത്രം ആശുപത്രി കേസ് കെട്ട് എവിടെയാണ് താങ്കൾക്ക് വന്നിട്ടുള്ളത്? ഇത് ശരിയോ തെറ്റോ? ശരിയോ തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ശരിയാണ്. കാരണം ഞാൻ അങ്ങനെ ആശുപത്രി കേസ് എന്ന് ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ വിരലെണ്ണാൻ പാകത്തിന് കൂട്ടുകാർ മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ ആശുപത്രി കേസ് എന്ന് പറഞ്ഞ് ഞാൻ 10,000 കണക്കിന് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചടക്കുന്ന ഒരു വർത്തമാനങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ വിരലെണ്ണാൻ പാകത്തിന് വളരെ ഒരു 3-4-5 പേരെടുത്ത് മാത്രമേ, എനിക്ക് അത്രയ്ക്കും പേഴ്സണലി അറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ചേച്ചിട്ട് നേരത്തെ പറഞ്ഞു, അങ്ങനെ അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെ അടുത്ത് പകുതി ഞാനിപ്പോൾ കോൺടാക്ട് ഇല്ല. ഞങ്ങൾ ചെറിയ സൗന്ദര്യപ്പണത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ എല്ലാം റീഫണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്ട് വീഡിയോ വിത്ത് പ്രൂഫ് വെച്ച് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഞാൻ തെറ്റുകാരനല്ലെന്ന്. ഓക്കെ, കാരണം എൻ്റെ ഈ തെറ്റ് ഇത്രയൊക്കെ ഇഷ്യൂ ആയ സ്ഥിതിക്ക് തെളിയിക്കേണ്ട ഒരു ആവശ്യം എൻ്റെയാണ്. ഓക്കെ, എനിക്കപ്പോൾ അത്രേ പറയാനുള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞ് ഇനിയിപ്പോ ഈ ഒരു ഇത് കൊണ്ടുപോകണം. ഇത് പിന്നെ എങ്ങനെയാണ് താങ്കളുടെ പെങ്ങളുടെ അക്കൗണ്ടിലേക്ക്? അതായത് ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, വേറൊന്നുമല്ല. ചേച്ചി കുറച്ചു നേരം മുന്നേ പറഞ്ഞു കുട്ടികള്, എന്റെ തെറിയുള്ള മോട്ടിവേഷൻ വീഡിയോസ് കാണുന്ന കുട്ടികളാണെന്ന് ചേച്ചി പറഞ്ഞു. ചേച്ചിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമില് ഫോളോവേഴ്സിന്റെ താഴെയായിട്ട്, ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, അവരാണ്, ഞാനത് സ്പെസിഫിക് ആയിട്ട് സോറി എന്റെ മിസ്റ്റേക്കാ, സോറി. അപ്പോ ഈ പറയുന്ന പോലെ, ഈ ജനങ്ങൾ പറയുന്ന പോലെ എന്റെ വീഡിയോ കാണുന്നത് വളരെ ചെറുപ്പേറിയ ആൾക്കാരാണ്, കുട്ടികളൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി, എന്റെ ഇൻസൈറ്റ്സിന്റെ അകത്ത് എനിക്ക് കാണാൻ പറ്റും 18 വയസ്സില്ലെന്ന് ഞാൻ പറയുന്നില്ല, 18 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെയും, പിന്നെ 24 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയും എന്നുള്ള രീതിയിൽ 24 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ ഉള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസ് ചെല്ലുന്നത്. ഏകദേശം ഒരു 45% ആൾക്കാർ അത് തന്നെയാണ്. ഓക്കെ, പിന്നെ കുട്ടികളില്ലെന്ന് ഞാൻ പറയുന്നില്ല, 18 തൊട്ട് 24 വയസ്സ് വരെയുള്ള ഏകദേശം ഒരു 10% 15% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മൊത്തം ജനങ്ങളും കാണുന്നത് വളരെ പ്രായമേറിയ ആൾക്കാരുകളാണ് എൻ്റെ വീഡിയോസ് കാണാറുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ കുട്ടികളുടെ കയ്യിൽ ഈ ഫോൺ എടുത്ത് കൊടുത്തിട്ടായിരിക്കാം ഇവർ റീൽസ് കൊണ്ടിക്കൊണ്ടിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത്. അപ്പൊ ഈ പ്രായം പോലും തികയാത്ത, പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ വരേണ്ട പിള്ളേരെയൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് ഈ ഫോൺ കൊടുത്തിട്ട് വീട്ടിൽ കിടന്നൊരു ഒച്ചപ്പാടം ഉണ്ടാക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് എന്തെങ്കിലും സാധനത്തിന് വേണ്ടി കെഞ്ചുമ്പോഴത്തേക്കും അമ്മയോ അച്ഛനോ എടുത്ത് ഒഴിക്കാൻ ആ ഫോൺ കയ്യിൽ നിന്ന് എടുത്തെടുത്തിട്ട് എന്ന് പോയിരുന്ന് കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യായമായ കേസാണോ? അവർ കുഞ്ഞുങ്ങളല്ലേ, അവരുടെ മനസ്സില്ലേ, അവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ലേ? അവരുടെ പ്രായത്തിൽ അവർ കളിക്കാൻ പറഞ്ഞു, അല്ലാണ്ട് ഈ ചെറു പ്രായത്തിൽ തന്നെ ഈ ഒരു മൂലയ്ക്ക് സോഫയെ കൊണ്ട് നിർത്തിയിട്ട് ഫോണും കൊടുത്തിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവല്ലേ പറയേണ്ടത്? എൻ്റെ ഭാഗത്ത് തെറ്റല്ലല്ലോ.